ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ വീഡിയോ ആണ്. എന്തിന്റെ ഹോളാന്ന് വെച്ചാൽ ജീൻസിന്റെ ഹോളാണ് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോ ഒന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ജീൻസുകളാണ്. ജീൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കുറച്ച് ജീൻസുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയറോടെ ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ജീൻസ് ആണ് കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 500 എറൗണ്ട് ആയിരുന്നു. 490 സംതിങ് ആയിരുന്നു വന്നിട്ടുള്ളത്. ഇത് എന്ന് പറയുന്നത് ഒരു സ്ട്രേറ്റ് ഫിറ്റ് ജീൻസ് ആണ് കേട്ടോ. ഹൈ വേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു പക്ക ഹൈ വേസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു സ്ട്രേറ്റ് ഫിറ്റ് ജീൻസ് ആണ്. ആ ഒരു റേഞ്ചിൽ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേർത്തായി തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ബ്രാൻഡ് വരുന്നത് കോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു. KOTTY ആണ് കേട്ടോ. ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ. അപ്പൊ നല്ലൊരു ജീൻസ് ആണ് കേട്ടോ. അത്യാവശ്യം സ്ട്രെച്ചബിൾ ആണ്, ഭയങ്കര അല്ല എന്നാൽ അത്യാവശ്യം സ്ട്രെച്ചബിൾ ആണ്. ആൻഡ് ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് 28 ആണ് കേട്ടോ. ഞാൻ മാക്സിമം 28-30 അങ്ങനെയാണ് ഞാൻ എടുക്കാറ് ജീൻസ്. ഇപ്പം കുറച്ചുകൂടെ എന്താ പറയുക, വയറൊക്കെ കുറച്ചുകൂടി ഒന്ന് മുമ്പുള്ളത്ര ഇല്ലാത്തതുകൊണ്ട് ഒരു 28 ആണ് കേട്ടോ. 28-26 ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ എടുത്തിട്ടുള്ള 28 ആണ്. കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്, നല്ല കറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. എനിക്ക് ബെൽറ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല ഞാൻ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ, ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് ആണ്. അതായത് എല്ലാം സെയിം ആയിട്ട് വരുന്നത്, ഒരേ എന്താ പറയുക, ടോപ്പ് തൊട്ട് ബോട്ടം വരെ ഏകദേശം സെയിം ആയിട്ട് വരുന്ന ഒരു ഫിറ്റ് ആണ് കേട്ടോ. ഒരു ഭയങ്കര മസ്റ്റ് ഹാവ് തന്നെയാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഡെനിം എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു കളറ് പറഞ്ഞാൽ ഒരു ഗ്രേ അല്ല, പക്ഷെ ബ്ലാക്കും അല്ല, ഒരു എന്താ പറയുക, ഒരു കാർബൺ ബ്ലാക്ക് എന്നല്ല, ഒരു ബ്ലാക്കിഷ് ഗ്രേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു കളറാണ്. അത്യാവശ്യം എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾക്കിത് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം എല്ലാ കളർ ടോപ്സിൻ്റെ കൂടി ആയാലും അല്ലെങ്കിൽ നമ്മൾക്ക് കുർത്തീസിൻ്റെ കൂടിയും ഒക്കെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. പിന്നെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫുൾ ലെങ്ത് ആണ്. ഇനിയിപ്പോൾ ആംഗിൾ ലെങ്ത്ത് വേണ്ടവർക്കൊന്ന് കട്ട് ചെയ്യാനൊക്കെ കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചൊക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ ഭയങ്കരമായിട്ട് റഫ് യൂസ് ചെയ്തിട്ടില്ലാണ്, ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടില്ലാണ്, വാഷ് ചെയ്തിട്ടുണ്ട്. കളർ ഫെയ്ഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ വരുന്നത് ഇതുപോലെ ബെൽറ്റ് ഹൂപ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ബട്ടൺ ഉണ്ട്, സിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ 2 പോക്കറ്റ്സ്, ബാക്കിൽ 2 പോക്കറ്റ്സ്. നമ്മുടെ നോർമൽ ജീൻസ് പോലെ തന്നെയുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് ഇത് ഇട്ടാൽ. പിന്നെ ഈ ഒരു കളറും നല്ല അടിപൊളി കളറായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും ബ്ലാക്ക് അല്ലേ കാണുന്നത്. അപ്പം ഈ ഒരു കളർ കുറച്ചും കൂടി ഒരു എന്താ പറയുക, യുണീക്കായിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രസമുള്ള ഒരു ട്രെൻഡി കളറായിട്ടും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ സൈഡിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫിറ്റിങ്ങും കാര്യങ്ങളും മനസ്സിലാകും കേട്ടോ. അപ്പൊ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ജീൻസ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള ജീൻസ് നമ്മുടെ എന്താ പറയുക, ടാപ്പ് ഇടുന്നു അല്ലെങ്കിൽ ഡിസ്ട്രസ് ജീൻസ് ഒക്കെ ഇല്ലേ, അതാണിത്. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ടോക്കിയോ ടോക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതും അത്യാവശ്യം നന്നായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുർത്തീസൊക്കെ, ഈ ഒരു ബ്രാൻഡിൻ്റെ കുർത്തീസും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. കുർത്തീസ് തന്നെയാണ് തോന്നുന്നു. ഓക്കെ, ഈ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഒരു ജീൻസ് എന്ന് പറഞ്ഞാൽ ഒരു മോം ഫിറ്റ് ഒരു ജീൻസാണ്. ഇതുപോലെ തന്നെ ഇത് വരുന്നത് കേട്ടോ, ഡിസ്ട്രസ് ആയിട്ടുള്ള വരുന്നതാണ്. ഈ ഒരു സൈഡിൽ 2 ഇങ്ങനെ കീറിയ പോലെയുണ്ട്, ഇവിടെ ഒന്നുമാണ് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ഇതും ഇതുപോലെ തന്നെ ഒരു മസ്റ്റ് ഹാവ് ആണ്. കാരണം ഇപ്പം നമ്മൾ കൂടുതലും ഇതുപോലത്തെ ജീൻസൊക്കെ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. മോം ഫിറ്റ് ആണ്, ഹൈ വേസ്റ്റ് ആണ്. പിന്നെ കളറ് വരുന്നത് ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ബ്ലൂ അല്ല, ഡാർക്ക് ബ്ലൂ അല്ല, അങ്ങനെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഒരു ഭയങ്കര സോളിഡ് ആയിട്ടുള്ള കളറല്ല വരുന്നത്. കാണുന്നില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു കളർ ഒരു ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ലെങ്ത്ത് വന്നിട്ട് ഏകദേശം ഫുൾ ലെങ്ത്ത് തന്നെയാണ് കേട്ടോ. ആംഗിൾ ലെങ്ത്ത് അല്ല, ഭയങ്കര ഫുൾ ലെങ്ത്തും അല്ല, ആ ഒരു ലെങ്ത്താണ് വരുന്നത്. നമ്മൾക്ക് വേണ്ടവർക്ക് അത് കട്ട് ചെയ്യാൻ കേട്ടോ. കാരണം എനിക്ക് പേഴ്സണലി അങ്ങനെ ഭയങ്കര ലെങ്ത്ത് ഉള്ളതിനോട് താല്പര്യമില്ല, പക്ഷെ ഭയങ്കര ലെങ്ത്ത് കുറവും ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് 26 ആണ് കേട്ടോ. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന 28 ആയിരുന്നു സൈസ്. അപ്പം ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേസ്റ്റ് ഏരിയ കുറച്ച് ലൂസ് ആയതുകൊണ്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് 26 എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് പക്ക ഓക്കെയാണ് കേട്ടോ. ബെൽറ്റൊന്നും ഇടണ്ട, ഓക്കെയാണ്. അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്. സെയിം 2 പോക്കറ്റ്സ് ഫ്രണ്ടിലുണ്ട്, ബാക്കിലും സെയിം 2 പോക്കറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾക്ക് ഇതുപോലെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ കുർത്തീസിൻ്റെ കൂടിയും അല്ലെങ്കിൽ നമ്മൾക്ക്
എന്താ പറയുക ക്രോപ്പ് ടോപ്സ് ഒക്കെ ഇല്ലേ, ക്രോപ്പ് ടോപ്സ്, ഷർട്ട്സ്, അങ്ങനെയൊക്കെ നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. നല്ല രസമുള്ളൊരു ജീൻസ് തന്നെയാണ്, ഒരു മസ്റ്റ് ആവാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അല്ലാണ്ട് കുറച്ചുകൂടി ഒരു വേറൊരു മോഡലും ആയിരിക്കും. പക്ഷെ എല്ലാത്തിൻ്റെ കൂടി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഒരു റഫ് യൂസിന് തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളപ്പം 552 സംതിങ് ആയിരുന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് തോന്നുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ജീൻസ് ആണ് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു മോംഫിറ്റ് ജീൻസ് ആണ്. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് H&H എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇത് ഒറിജിനൽ ആണോ എങ്ങനെയാണെന്ന് അറിയില്ല. മീഷോ ആയതുകൊണ്ട് ചെറിയൊരു ഡൗട്ടോടെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ഏകദേശം 648 ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. മോംഫിറ്റ് ആണ്, ഹൈ വേസ്റ്റ് ആണ്. സെയിം നേരത്തെ പോലെ തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ 2 പോക്കറ്റ്സ് ഉണ്ട്, ഇവിടെ ബാക്കിലും 2 പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ മോംഫിറ്റ് ആണ്, ഹൈ വേസ്റ്റ് ആണ്. പിന്നെ ഇവിടെ താഴെ എന്താ പറയുക, ഒരു ആംഗിൾ ലെങ്ത് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് കേട്ടോ. എല്ലാം ഏകദേശം സെയിം ലെങ്ത് ആണ് വന്നിട്ടുള്ളത്. താഴെ കുറച്ചുകൂടി ഒരു ലൂസ് ഫിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഫിറ്റ് അങ്ങനെയാണല്ലോ. അപ്പം അതാണ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. കുറച്ച് വയറൊക്കെ ഉള്ളവർക്കാരും ഇത് നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതൊരു കളറ് ഒരു ലൈറ്റ് ബ്ലൂ, അല്ലെങ്കിൽ അവർ അതിൽ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഐസ് ബ്ലൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു കളറാണ് കേട്ടോ. അപ്പം ഇതും എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറായിരുന്നു. ഒരു മസ്റ്റ് ഹാവ് തന്നെയാണ്, കാരണം നമ്മൾക്ക് കുറച്ച് ലൈറ്റ് ഒരു ലൈറ്റ് ബോട്ടമായിട്ട് തോന്നും. ലൈറ്റ് കളർ ഒരു ബോട്ടമായിട്ട് നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് എടുത്തിട്ടുള്ള സൈസ് 28 ആണ് കേട്ടോ. 28 പക്ക തന്നെയാണ്. അപ്പോൾ ജീൻസൊക്കെ വാങ്ങുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈസ് കറക്റ്റായിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പറ്റുന്നത് നമ്മുടെ ഒരു ബോഡി ടൈപ്പൊക്കെ നോക്കിയിട്ട് ജീൻസ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ കൂടുതലും ഇങ്ങനെ സ്കിന്നി ആയിട്ടുള്ള ജീൻസ് പ്രിഫർ ചെയ്യാറില്ല കേട്ടോ. കാരണം എൻ്റെ ഒരു ലെഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്കിന്നിയാണ്. അത്ര തടിയൊന്നും അത്ര ഷേപ്പൊന്നുമില്ല ലെഗ്സ് അല്ല. അപ്പം അത് ഭയങ്കര സ്കിന്നി ഇടും, എനിക്ക് കംഫർട്ടബിളും അല്ല. എനിക്ക് ആകെ മൊത്തം കാണാനും ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നാറുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് ജീൻസൊക്കെ പർച്ചേസ് ചെയ്യുക കേട്ടോ. പിന്നെ മാക്സിമം സൈസ് ചാർട്ടൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഞാനൊക്കെ വാങ്ങുമ്പോൾ റിവ്യൂസും ഒക്കെ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.